പിന്നെയും പിടിച്ചുകെട്ടിക്കൊണ്ടുവരുമ്പോൾ വേതാളം പറഞ്ഞ കഥ ജീമൂതവാഹനൻ്റേതായിരുന്നു. ജീമൂതവാഹനൻ എന്ന രാജാവിന് നാടുകളിൽ ചുറ്റിത്തിരിയാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രകൃതി രമണീയമായ ഒരു വനപ്രദേശത്തെത്തി. ആ വനത്തിൽ ധാരാളം സർപ്പങ്ങളുണ്ടായിരുന്നു. ഒരു ഗരുഡൻ ദിവസവും വന്ന് 100 കണക്കിന് സർപ്പങ്ങളെ കൊത്തിക്കൊല്ലുകയും ഒന്നിനെ മാത്രം തിന്നുകയും ചെയ്തു വന്നു. സർപ്പങ്ങൾക്ക് പൊറുതിമുട്ടി. അവ ഒത്തുചേർന്ന് ഗരുഡന്റെ അടുക്കൽ നിവേദനം നൽകി. ഊഴമനുസരിച്ച് തങ്ങളിൽ ഒരെണ്ണം ദിവസേന ഗരുഡന്റെ ആഹാരമാകാമെന്നും മറ്റുള്ളവരെ അനാവശ്യമായി കൊല്ലരുതെന്നുമായിരുന്നു അവയുടെ അഭ്യർത്ഥന. ഗരുഡൻ കരാറ് സമ്മതിച്ചു. അന്ന് ഗരുഡന്റെ ഭക്ഷണമാകേണ്ട പാമ്പിന്റെ അമ്മ നിലവിളിക്കുന്നത് കേട്ട് ജീമൂതവാഹനൻ അങ്ങോട്ട് പോയി. വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഏകപുത്രനെ പിരിയുന്നതിലുള്ള സങ്കടമായിരുന്നു ആ നാഗമാതാവിന്റെ വിലാപത്തിനു കാരണം. സഹജീവികളോട് സ്നേഹമുള്ള ജീമൂതവാഹനൻ പാമ്പിന് പകരം അന്ന് ഗരുഡന്റെ ഭക്ഷണമാകാൻ തീരുമാനിച്ചു. ഗരുഡൻ വന്ന് ചോദിച്ചപ്പോൾ ജീമൂതവാഹനൻ തന്നെ തിന്നുകൊള്ളാൻ അനുവാദം കൊടുത്തു. ഈ സമസൃഷ്ടി സ്നേഹത്തിൽ സന്തുഷ്ടനായ ഗരുഡൻ ജീമൂതവാഹനനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ അപേക്ഷയനുസരിച്ച് മേലാൽ പാമ്പുകളെ കൊല്ലുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വേതാളത്തിന്റെ ചോദ്യമുയർന്നു. രാജാവേ, ഗരുഡന്റെ പ്രവൃത്തിയോ രാജാവിന്റെ പ്രവൃത്തിയോ പ്രശംസ അർഹിക്കുന്നത്? വിക്രമാദിത്യന്റെ മറുപടി: വിശേഷ ബുദ്ധിയില്ലാത്ത ഗരുഡന്റെ ധർമ്മചിന്തയാണ് പ്രശംസനീയം. വേതാളം കെട്ടഴിഞ്ഞോടി മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്ന് ചാഞ്ചാട്ടം ആരംഭിച്ചു. വീണ്ടും ബന്ധനസ്ഥനാക്കപ്പെട്ട വേതാളം പതിവ് പോലെ പുതുമയുള്ള വേറൊരു കഥ പറയാനൊരുമ്പെട്ടു. വിജയപുരി രാജാവിന്റെ നാട്ടിലെ അതിരൂപവതിയായ യുവതിയായിരുന്നു ഹംസാദേവി. രാജാവിന് അവളിൽ സ്നേഹമുണ്ടായെങ്കിലും അവളെ വിവാഹം ചെയ്താൽ തന്റെ രാജപ്രതാപങ്ങൾ നശിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഹംസാദേവിയെ തന്റെ ഭൃത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. രാജാവിന് അവളോട് താല്പര്യമുണ്ടെന്നറിഞ്ഞ ഭൃത്യൻ അവളെ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. ഹംസാദേവിക്കും ഇത് സമ്മതമായിരുന്നു. പരകളത്രത്തെ മോഹിക്കുന്നതും അവളുമായി ജീവിക്കുന്നതും തെറ്റാണെന്നറിയാമായിരുന്ന രാജാവ് ഹംസാദേവിയെ മടക്കി അയച്ചു. നിരാശ മൂലം അദ്ദേഹം മൃതിയടഞ്ഞു. സ്വഭാര്യ കാരണം യജമാനൻ മരിച്ചല്ലോ എന്നോർത്ത് ഭൃത്യൻ ആത്മഹത്യ ചെയ്തു. രാജാവേ, ഇതിൽ ആരുടെ പ്രവൃത്തിയാണ് മഹത്തരം? വേതാളം ചോദിച്ചു. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. പരസ്ത്രീയെ സ്വീകരിക്കാത്ത വിജയപുരി രാജാവിന്റെ പ്രവൃത്തിയാണ് മഹത്തരം. മറുപടി കേട്ടതും വേതാളം പഴയ സ്ഥാനത്തേക്ക് തിരിഞ്ഞു.